വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അതിനായിട്ട് ഏത്തയ്ക്ക തൊലി കളഞ്ഞത് വെള്ളത്തിൽ മഞ്ഞപ്പൊടിയും ചേർത്ത് വെള്ളത്തിലിടുക. അതെടുത്ത് വെള്ളം വരാനായിട്ടെടുത്ത് മാറ്റി വെക്കുക. പിന്നെ ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ എണ്ണ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ കായ അരിഞ്ഞതും കൂടി ചേർത്തുക. അത് നന്നായിട്ടൊരു മുക്കാൽ മൂപ്പാവുമ്പോൾ നമ്മൾ തീ കുറച്ച് വയ്ക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ശബ്ദം കേൾക്കുമല്ലോ, ആ കോരി ഇടുമ്പോൾ ആ ശബ്ദം കേൾക്കുമല്ലോ. അപ്പോൾ ആ ശബ്ദം കേൾക്കുമ്പോൾ അത് മൂത്ത് കഴിയുമ്പോൾ എടുത്ത് കോരി എടുക്കുക. എന്നിട്ട് ഉപ്പ് വെള്ളത്തിൽ കലക്കി ഇതും കൂടെ തളിച്ച് എടുക്കുക. അപ്പോൾ ഉപ്പേരി തയ്യാർ. എന്ത് പെട്ടെന്ന് ഉണ്ടാക്കാം ഉപ്പേരിയല്ലേ. എന്നിട്ടത് വായു കടക്കാത്ത ഒരു പാത്രത്തിൽ എടുത്തടച്ച് വയ്ക്കുകയാണെങ്കിൽ വേറെ നാൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കായിൽ, ഈ നേന്ത്രക്കായിൽ 2.6 ഗ്രാം നാരുകൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ദഹനത്തിന് ഗുണം ചെയ്യുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട് ഈ നാരുകൾ. നേന്ത്രക്കായ ഉപ്പേരി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഓണക്കാലമായ നമ്മുടെ വീടുകളിലൊക്കെ ഉപ്പേരി വറക്കുക എന്നുള്ള ശീലം നമുക്ക് പണ്ടേ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എത്ര വില കൊടുത്ത് നമ്മൾ ഉപ്പേരി വാങ്ങിയിരിക്കും. ഇപ്പോൾ നമുക്ക് ഉപ്പേരി ഒഴിവാക്കാൻ പറ്റാത്ത ഇത് തന്നെയാണ് അല്ലേ. എന്നാൽ നമുക്ക് ഉപ്പേരിയൊക്കെ കഴിക്കുന്നത് നമ്മൾ പേടിച്ചല്ലേ കഴിക്കുന്നത് അല്ലേ. വറുത്തതും പൊരിച്ചതൊന്നും കഴിക്കില്ലെന്നല്ലേ ഒത്തിരി. എന്നാൽ ഉപ്പേരി കഴിക്കുന്നത് നമുക്ക് സന്തോഷിക്കാം. നേന്ത്രക്കായ ഉപ്പേരി എന്ന് പറയുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. സാധാരണ പക്ഷത്തിനിടയിൽ സ്നാക്സായി തന്നെ നമുക്ക് ഉപ്പേരി ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ അമിതമാകരുത് എന്നാണ്. എണ്ണയിൽ വറുക്കുന്നതിനാൽ നേന്ത്രക്കായ ഉപ്പേരിയിൽ കലോറി കൂടുതലാണ്. പ്രോട്ടീന് ആരോഗ്യകരമായ സ്നാക്സുകളിൽ ഒന്നാണ് ഉപ്പേരി. എന്നാൽ വറക്കുന്നത് കൊണ്ട് നമ്മൾ അധികമായിട്ട് ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. പണ്ടൊക്കെ നമ്മൾ നേന്ത്രപ്പഴം ഓണക്കാലത്ത് മാത്രം നമുക്ക് കാണാൻ കിട്ടുന്ന ഒന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് കിട്ടുന്നു എന്നതാണ്. സ്ഥിരമായിട്ട് നമുക്ക് നേന്ത്രക്കായ കിട്ടുന്നു എന്നതാണ് ഒരു പ്രത്യേകത. നമ്മൾ പല കറികളിലും ഈ നേന്ത്രക്കായ ഉപയോഗിക്കാറുണ്ട്. ഉപ്പേരി ഉണ്ടാക്കുന്നതിനും നമ്മൾ ഉപയോഗിക്കുന്നു. പച്ചക്കായയുടെ തൊലിയും പയറും ചേർത്ത് നമ്മൾ തോരൻ വെക്കുമായിരുന്നു അതല്ലേ. അത് നമ്മളുടെ പ്രധാന ഒരു വിഭവം ആയിരുന്നു. പിന്നെ പച്ചക്കായ നമുക്ക് പുഴുങ്ങി തിന്നുകയും ചെയ്യാം. വിറ്റാമിൻ എ, സി, ഡി എന്നീ പോഷകങ്ങളും അടങ്ങിയ പഴങ്ങൾ പൊതുവേ കുറവാണ്. എന്നാൽ ഇത് മൂന്നും നമ്മളുടെ നേന്ത്രപ്പഴത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ശരീരത്തിൻ്റെ പ്രതിരോധശേഷി 7 ഇരട്ടി ഓളം വർദ്ധിപ്പിക്കാനായിട്ട് നമ്മുടെ ഈ കറുത്ത തൊലിയോട് കൂടിയ പഴത്തിന് കഴിയുമെന്നാണ് പറയുന്നത്. കുട്ടികൾക്കത് നെയ്യും ചേർത്ത് പുഴുങ്ങി കൊടുത്താൽ, നേന്ത്രപ്പഴം കൊടുത്താൽ അവരുടെ ദഹനം മെച്ചപ്പെടും എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ തൂക്കവും കൂടും. അപ്പം നമ്മൾ നേന്ത്രക്കായ ഉപ്പേരി കഴിക്കുന്നതും നേന്ത്രക്കായ പുഴുങ്ങി കഴിക്കുന്നതും ഒക്കെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ആരോഗ്യം സൂക്ഷിക്കാൻ വേണ്ടി നേന്ത്രക്കായ എന്നും കഴിക്കുക. അതോടൊപ്പം സ്നാക്സായിട്ട് ഉപ്പേരിയും വറുത്ത് കഴിക്കുക. ഓക്കേ.